മാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8ാം ക്ലാസ് മുതൽ +2 വരെ. ഡൗൺലോഡ് നൗ. നമസ്കാരം, ഞാൻ ഉമേഷ് ശിവരാമൻ. ഹണ്ടൻ ന്യൂസ് ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. മുസ്ലിം ലീഗ് നേതൃത്വത്തെ ചോദ്യം ചെയ്ത് ഹരിത മുൻ ഭാരവാഹികൾ. PK നവാസിനെതിരായ ലൈംഗിക അധിക്ഷേപ പരാതി നേതൃത്വം അവഗണിച്ചു. വെർബൽ റേപ്പിന് ഇരയാക്കിയെന്നും അപമാനത്തിന് നേതാക്കൾ മറുപടി നൽകണമെന്നും ആവശ്യം. പെൺകുട്ടികൾക്ക് സ്വന്തമായ നിലപാടില്ലെന്നാണ് ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം കരുതുന്നതെന്നും അധിക്ഷേപിച്ചതെന്നും ഹരിത നേതാക്കൾ. ഹരിത നേതാക്കളെ പിന്തുണച്ച MSF വൈസ് പ്രസിഡന്റിനെ പദവികളിൽ നിന്ന് മുസ്ലിം ലീഗ് നീക്കി. ഹരിതയുടെ ജില്ലാ കമ്മിറ്റികളെല്ലാം പിരിച്ചുവിടാനും ആലോചന. വിവാദ MSF യോഗത്തിലെ മിനിറ്റ്സ് പോലീസിന് കൈമാറരുതെന്ന് ലീഗിന്റെ മുന്നറിയിപ്പ്. PK നവാസ് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ ഹരിത സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന നജ്മ തബ്ഷീറ ഇന്ന് കോടതിയിൽ മൊഴി നൽകും. ഇടതുമുന്നണിയിൽ CPI കേരള കോൺഗ്രസും പോര്. CPIക്കെതിരെ മുന്നണിയിൽ പരാതി നൽകാൻ കേരള കോൺഗ്രസും. CPI റിപ്പോർട്ട് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി. കടുത്തുരുത്തിയിലും പാലായിലും CPI സഹായിച്ചില്ലെന്നും കേരള കോൺഗ്രസ്. റിപ്പോർട്ടിൽ മാറ്റം വരുത്തില്ലെന്ന് CPI. LDFിൽ ചർച്ച വന്നാൽ നിലപാടറിയിക്കും. 17 സീറ്റും 5 സീറ്റും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാമെന്ന് കാനം രാജേന്ദ്രൻ. കോൺഗ്രസ് വിട്ടാരു പോയാലും ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് K കരുണാകരൻ. പാർട്ടി വിട്ടപ്പോൾ കോൺഗ്രസ് തകർന്നില്ലെന്ന് VD സതീശൻ. നേതാക്കളുടെ കൊഴിഞ്ഞുപോക്കിൽ ആത്മവിമർശനത്തിന് തയ്യാറാകണമെന്ന് ബെന്നി ബെഹനാൻ. സെമി കേഡർ എന്തെന്ന് K സുധാകരനോട് ചോദിക്കണമെന്ന് MM ഹസൻ. KP അനിൽകുമാർ പാർട്ടി വിടാൻ പാടില്ലായിരുന്നുവെന്ന് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് വിട്ടുവന്ന KP അനിൽകുമാറിന് സ്വീകരണമൊരുക്കി CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റി. കൂടുതൽ പേർ CPIമിലേക്ക് വരുമെന്ന് KP അനിൽകുമാർ. മോദിക്കെതിരെ കാഴ്ചക്കാരന്റെ റോഡിലേക്ക് കോൺഗ്രസ് ഒതുങ്ങിയെന്നും വിമർശനം. അച്ചടക്കത്തെക്കുറിച്ച് പറയാൻ K മുരളീധരന് എന്തവകാശമെന്നും KP അനിൽകുമാർ. യൂത്ത് കോൺഗ്രസിൽ സമവായ നീക്കം. ബാഹ്യടപെടൽ വേണ്ടെന്ന് നേതൃത്വം. പുനഃസംഘടനയിൽ മുൻകാല പ്രവർത്തന മികവ് മാനദണ്ഡമാക്കിയാൽ മതിയെന്ന് നിർദ്ദേശം. ഷാഫി പറമ്പിലും സംസ്ഥാന ഭാരവാഹികളും തമ്മിലുള്ള തർക്കവും ഒത്തുതീർപ്പിലേക്ക്. KPCC ഭാരവാഹി നിയമനത്തിൽ ചർച്ച നടത്തി നേതൃത്വം. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല എന്നിവരുമായി K സുധാകരനും VD സതീശനും ചർച്ച നടത്തി. നിർദ്ദേശങ്ങൾ സമർപ്പിച്ച് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. ഭാരവാഹി നിയമനത്തിലുള്ള മാനദണ്ഡം സംബന്ധിച്ചും കൂടിക്കാഴ്ചയിൽ ധാരണ. തൃപ്പൂണിത്തുറയിൽ CPI വോട്ട് മറിച്ചെന്ന് CPIM. ഉദയം പേരൂരിലെ 6 വാർഡുകളിൽ CPI വോട്ടുകൾ K ബാബുവിന് ലഭിച്ചു. എറണാകുളത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ പ്രാദേശിക നേതാക്കൾക്കെതിരെ വ്യാപക പരാതി. ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ നേതാക്കൾ വീഴ്ച വരുത്തിയെന്ന് വിമർശനം. CPIമിലെ സ്ഥാനാർത്ഥി മോഹികൾ പരാജയത്തിന് കാരണമായെന്ന് പെരുമ്പാവൂരിലെ ഇടത് സ്ഥാനാർത്ഥി ബാബു ജോസഫ്. ആറന്മുളയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ജാഗ്രത കുറവെന്ന് CPIM. 267 പാർട്ടി അംഗങ്ങൾ വിട്ടുനിന്നെന്ന് കണ്ടെത്തൽ. ഇലന്തൂരിലും കുളനടയിലുമായി 3 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ വിട്ടുനിന്നെന്നും റിപ്പോർട്ട്. 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശം. CPIM സമ്മേളനങ്ങൾക്ക് ഔദ്യോഗിക തുടക്കം. ഭരണത്തിന് കീഴ്ഘടകങ്ങൾ ഇടപെടരുതെന്ന് CPIM സമ്മേളനങ്ങളിൽ മാർഗനിർദ്ദേശം. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ശുപാർശ വേണ്ടെന്നും തുടർഭരണം കിട്ടിയാൽ അഹങ്കാരികളാകുമെന്ന പ്രതിപക്ഷ വിമർശനം ഓർമ്മിപ്പിച്ചും CPIM കുറിപ്പ്. ഡൽഹിയിൽ അറസ്റ്റിലായ ഭീകരർ മഹാരാഷ്ട്രയിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നതായി സൂചന. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. പാകിസ്ഥാനിൽ പരിശീലനം ലഭിച്ച കൂടുതൽ ഭീകരർ നുഴഞ്ഞു കയറിയെന്ന് സംശയം. സ്ഫോടക വസ്തുക്കൾ പാക് അതിർത്തിയിൽ നിന്ന് കണ്ടെടുത്തതിനോട് സമാനമെന്ന് പോലീസ്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കണക്കിൽ ആശ്വാസം. 24 മണിക്കൂറിടെ 27,176 പോസിറ്റീവ് കേസുകളും 284 മരണവും. ചികിത്സയിലുള്ളത് 3.5 ലക്ഷത്തോളം പേർ. സ്പുട്നിക് ലൈറ്റ് വാക്സിന്റെ ഇന്ത്യയിലെ 3ാം ഘട്ട പരീക്ഷണത്തിന് അനുമതി. DCGA അനുമതി നൽകിയത്. മിശ്രിത വാക്സിൻ പരീക്ഷണം ആരംഭിക്കാൻ വെല്ലൂർ CMCക്ക് അനുമതി. സംസ്ഥാനത്ത് വാക്സിനേഷൻ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാൻ സർക്കാർ നീക്കം. 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ മാസം അവസാനത്തോടെ ആദ്യ ഡോസ് നൽകും. കോവിഡിലെ പൊതു സാഹചര്യം മന്ത്രിസഭാ യോഗം വിലയിരുത്തും. 100 ദിന കർമ്മ പരിപാടികളുടെ പുരോഗതിയും പരിശോധിക്കും. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേക ഓഡിറ്റിംഗിനെതിരെ ക്ഷേത്രം ട്രസ്റ്റ് സുപ്രീം കോടതിയെ സമീപിച്ചു. ഓഡിറ്റിംഗ് നടത്താൻ ഭരണസമിതിക്കും ഉപദേശക സമിതിക്കും അധികാരമില്ലെന്ന് വാദം. ക്ഷേത്ര ഭരണത്തിന് മാത്രമാണ് സമിതികളെന്നും ട്രസ്റ്റ്. 25 വർഷത്തെ പ്രത്യേക ക്ഷേത്ര ഓഡിറ്റ് നടത്താൻ നിർദ്ദേശം നൽകിയത് സുപ്രീം കോടതി. മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും.
ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്ന് നോട്ടീസ്. ക്രൈംബ്രാഞ്ച് നടപടി കേസ് രജിസ്റ്റർ ചെയ്ത് 3 മാസങ്ങൾക്ക് ശേഷം കേസെടുത്തത് പത്രിക പിൻവലിക്കാൻ BSP സ്ഥാനാർത്ഥിക്ക് പണം നൽകിയെന്ന പരാതി. പാലാ ബിഷപ്പിന്റെ പരാമർശത്തിൽ സംയുക്ത വാർത്താ സമ്മേളനവുമായി CSI മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് മലയിൽ സാബു കോശി ചെറിയാനും താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ഇമാം ഷംസുദ്ദീൻ മന്നാനി ഇലവുപാലവും മയക്കുമരുന്നുൾപ്പെടെയുള്ള എല്ലാ തെറ്റായ പ്രവണതകളെയും എതിർക്കേണ്ടതാണെന്ന് CSI സഭ. പാലാ ബിഷപ്പിന്റെ പരാമർശത്തോട് പ്രതികരിക്കുന്നില്ലെന്നും CSI സഭ പോർവിളിയുടെയും സംഘർഷത്തിന്റെയും വഴി തുറന്നുവെക്കരുതെന്ന് താഴത്തങ്ങാടി ഇമാം. പാലായിൽ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ സമാധാന യോഗം ചേർന്നു. മതസാമുദായിക സമാധാന അന്തരീക്ഷം തകർക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങളെ അപലപിച്ച് യോഗം. വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് പോലീസ്. പാലാ ബിഷപ്പിനെതിരെ പനങ്ങാട് പോലീസിൽ പരാതി. പാലാ ബിഷപ്പിനെ വിമർശിച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. നാർക്കോട്ടിക് ജിഹാദ് പരാമർശം കേരള സമൂഹത്തിനും ക്രൈസ്തവ പാരമ്പര്യത്തിനും ചേർന്നതല്ലെന്ന് വിമർശനം. മതമേലധ്യക്ഷന്മാർ മാർപ്പാപ്പയെ മാതൃകയാക്കണമെന്നും കാനം. സോളാർ കേസിലെ ലൈംഗിക പീഡന പരാതിയിൽ KC വേണുഗോപാലിനെതിരായ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ കൈമാറി പരാതിക്കാരി. CBI അന്വേഷണ സംഘത്തിന് കൈമാറിയത് മന്ത്രിവസതിയായ റോസ് ഹൌസിലെ ദൃശ്യങ്ങളെന്ന് പരാതിക്കാരി. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയ രേഖകളും കൈമാറി. KC വേണുഗോപാലിനെതിരായ കേസിലെ മൊഴിയെടുപ്പ് പൂർത്തിയായി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ടോമിൻ ജെ തച്ചങ്കരിക്ക് തിരിച്ചടി. തുടരന്വേഷണമാകാമെന്ന് ഹൈക്കോടതി. സർക്കാർ ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളി. സർക്കാർ തീരുമാനത്തിൽ ഇടപെടേണ്ട സാഹചര്യമില്ലെന്നും ഹൈക്കോടതി. പന്തീരാങ്കാവ് UAPA കേസിലെ 3ാം പ്രതി M ഉസ്മാൻ 10 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ. മാവോയിസ്റ്റ് ബന്ധം സംശയിക്കുന്ന പ്രതിയെ ഹാജരാക്കിയത് മഞ്ചേരി കോടതിയിൽ. 10ലേറെ രാജ്യദ്രോഹ കേസുകളിൽ പ്രതിയാണ് ഉസ്മാൻ. രാജ്യത്തെ വിവിധ ട്രൈബ്യൂണലുകളിലെ ഒഴിവുകൾ നികത്താൻ 2 ആഴ്ച കൂടി കേന്ദ്ര സർക്കാരിന് അനുവദിച്ച സുപ്രീം കോടതി. നിയമനങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാനും കേന്ദ്രത്തിന് നിർദ്ദേശം. സുപ്രീം കോടതിയുടെ അതിർത്തി കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ അറ്റോർണി ജനറലിന് നിർദ്ദേശം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നോട്ട് പിടികൂടിയ സംഭവത്തിൽ വഴിത്തിരിവ്. പണം കൊണ്ടുപോയത് സ്വർണ്ണക്കടത്തിനെന്ന് പ്രാഥമിക കണ്ടെത്തൽ. ദുബായിലേക്ക് കടത്താൻ ശ്രമിച്ച 37 ലക്ഷം രൂപ കള്ളപ്പണമെന്ന് സംശയം. പിടിയിലായ കർണാടക സ്വദേശി സമീം അഹമ്മദിനെ കസ്റ്റംസും EDയും ചോദ്യം ചെയ്യുന്നു. കൊച്ചി കപ്പൽശാലയ്ക്കെതിരെ വീണ്ടും ഭീഷണി സന്ദേശം. ഇമെയിൽ ഭീഷണിയെത്തിയത് പഴയ ഭീഷണി സന്ദേശ കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന്. സന്ദേശം അയക്കാൻ ഉപയോഗിക്കുന്നത് പ്രോട്ടോൺ ആപ്പ്. ഭീഷണി സന്ദേശം എത്തുന്നത് 4ാം തവണ. അട്ടപ്പാടിയിലെ ഹോമിയോ മരുന്ന് വിതരണത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചാൽ നടപടിയെന്ന് ജില്ലാ കളക്ടർ മൃണ്മയി ജോഷി ശശാങ്ക്. അനുമതിയില്ലാതെയായിരുന്നു മരുന്ന് വിതരണമെന്ന് ഹോമിയോ DMO ഡോക്ടർ ഉമയുടെയും റിപ്പോർട്ട്. ഒറ്റപ്പാലം സബ് കളക്ടർ അനുമതി വേണമെന്ന സർക്കുലർ ലംഘിച്ചെന്നും കണ്ടെത്തൽ. സംസ്ഥാനത്ത് കാരവൻ ടൂറിസം നയം പ്രഖ്യാപിച്ചു. പകൽ സമയം സഞ്ചരിക്കാനും രാത്രി വിശ്രമിക്കാനും കഴിയുന്ന കാരവനുകൾ ടൂറിസം കേന്ദ്രങ്ങളിൽ തയ്യാറാക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കാരവൻ തയ്യാറാക്കുക സ്വകാര്യ സംരംഭകരുമായി ചേർന്ന്. താമസത്തിനൊപ്പം ക്യാമ്പിംഗ്, ട്രെക്കിംഗ് എന്നിവയ്ക്ക് അവസരമുണ്ടാകുമെന്നും ടൂറിസം മന്ത്രി. വിയ്യൂർ സെൻട്രൽ ജയിലിൽ കൊടും കുറ്റവാളികൾ ഗുണ്ടകളെ ഫോണിൽ വിളിച്ച സംഭവത്തിൽ ജയിൽ മേധാവിയുടെ പരിശോധന. കൊടിസുനി, റഷീദ് എന്നിവരുടെ ഫോൺ വിളികൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന ശുപാർശയ്ക്ക് പിന്നാലെയാണ് പരിശോധന. 1 മാസത്തിനിടെ 1000-ലേറെ കോളുകൾ വിളിച്ചുവെന്നാണ് കണ്ടെത്തൽ. ഭാരതപ്പുഴയിൽ കാണാതായ 2ാമത്തെ ആളുടെയും മൃതദേഹം കണ്ടെത്തി. അമ്പലപ്പുഴ സ്വദേശി ഗൗതം കൃഷ്ണയാണ് മരിച്ചത്. മൃതദേഹം കണ്ടെത്തിയത് പൈങ്കുളം പമ്പ് ഹൌസിന് സമീപത്ത് നിന്ന്. ദേശീയവാർത്ത. ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്കെതിരെ ആം ആദ്മി നേതാവ് SS കലർ മത്സരിക്കും. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ ദിവസം കലർ രാജിവെച്ചിരുന്നു. കത്തിമ സീറ്റിലാണ് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിക്കുക. ജാവേദ് അക്തർ നൽകിയ മാനനഷ്ട കേസിൽ ഹാജരാകുന്നതിൽ നിന്ന് നടി കങ്കണ റണാവത്തിന് ഇളവ്. ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് നടപടി. ഇനി ഇളവില്ലെന്നും സെപ്റ്റംബർ 20 നടക്കുന്ന വിചാരണയിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുമെന്നും മുന്നറിയിപ്പ്. അമിതവണ്ണമുള്ള 4-1 വ്യക്തികൾ വിഷാദരോഗമടക്കമുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നവരാണെന്ന് പഠനം. 180 പേരിൽ നടത്തിയ പഠന റിപ്പോർട്ട് പുറത്തുവിട്ടത് എയിംസ്. പൊണ്ണത്തടി മൂലമുള്ള മാനസിക പ്രശ്നങ്ങൾ കൂടുതലും നേരിടുന്നത് സ്ത്രീകളാണെന്നും വിദഗ്ധർ. ട്രാൻസ്ജെൻഡേഴ്സിനെ പുനരധിവസിപ്പിക്കാനൊരുങ്ങി കോയമ്പത്തൂർ പോലീസ്. മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഒരുക്കാൻ NGOകളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന് SP സെൽവനഗരത്തിന്. ഇത് സംബന്ധിച്ച സർവേ തുടങ്ങി.
2016 മുതൽ 2020 വരെ തമിഴ്നാട്ടിൽ SC/ST വിഭാഗത്തിൽപ്പെട്ട 300 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് കണക്ക്. ഓരോ മാസവും നടക്കുന്ന ശരാശരി 5 കൊലപാതകങ്ങളെന്ന് വിവരാവകാശ രേഖ. കണക്ക് 33 ജില്ലകളിലേത്. തൂത്തുക്കുടി പട്ടികയിൽ ഒന്നാമത്. ഗാസിയാബാദിൽ ഒരു ദിവസം ശരാശരി റിപ്പോർട്ട് ചെയ്യുന്നത് 5 ഡെങ്കിപ്പനി കേസുകളെന്ന് ആരോഗ്യവകുപ്പ്. നിലവിൽ രോഗം സ്ഥിരീകരിച്ചത് 232 പേർക്കെന്ന് ചീഫ് മെഡിക്കൽ ഓഫീസർ. ആരുടെയും നില ഗുരുതരമല്ല. 2017 ശേഷം റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന കണക്കാണ് ഇത്. കോവിഡ് ചികിത്സയ്ക്ക് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ഫാവി ബ്ലൂ മരുന്ന് ഫലപ്രദമെന്ന് പഠനം. 1000 പേരിൽ മരുന്ന് പരീക്ഷിച്ചെന്ന് കമ്പനി അധികൃതർ. പാർശ്വഫലങ്ങളില്ലെന്നും അവകാശവാദം. ദീപാവലി ആഘോഷത്തിന് പടക്കങ്ങൾ നിരോധിച്ച് ഡൽഹി സർക്കാർ. പടക്ക വിൽപ്പന, സംഭരണം, പൊട്ടിക്കൽ എന്നിവയ്ക്ക് നിരോധനം. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. കോവിഡ് 3ാം തരംഗം കർണാടകയിൽ വ്യാപകമായി അനുഭവപ്പെടുമെന്ന് വിദഗ്ധർ. മന്ദഗതിയിലായിരിക്കും രോഗവ്യാപനമെന്നും വിദഗ്ധർ. 3ാം തരംഗം ആരംഭിക്കുന്നതിന് മുൻപായി TPR നിരക്ക് കുറയ്ക്കണമെന്ന് നിർദ്ദേശം. അസമുമായുള്ള അതിർത്തി തർക്കത്തിൽ രമ്യമായ ഒത്തുതീർപ്പാണ് വേണ്ടതെന്ന് നാഗാലാൻഡ്. കോടതിക്ക് പുറത്ത് പ്രശ്നം പരിഹരിക്കാൻ ശ്രമം തുടരുമെന്ന് ബോർഡർ അഫയേഴ്സ് ഉപദേഷ്ടാവ് മറ്റുങ് യാന്തൻ. ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ള മുൻകാല കരാർ അവലോകനം ചെയ്യാൻ മധ്യസ്ഥനെ കൊണ്ടുവരാനും തീരുമാനം. നീറ്റ് പരീക്ഷാ ആശങ്കയെ തുടർന്ന് തമിഴ്നാട്ടിൽ ഒരു വിദ്യാർത്ഥി കൂടി ആത്മഹത്യ ചെയ്തു. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ആത്മഹത്യയെന്ന് ബന്ധുക്കൾ. മരിച്ചത് തലയാരം പട്ടി ഗ്രാമത്തിലെ സൗന്ദര്യ. അസമിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 3ആയി. മൃതദേഹം കണ്ടെത്തിയത് അപകട സ്ഥലത്ത് നിന്ന് 30 കിലോമീറ്റർ അകലെ. ബ്രഹ്മപുത്ര നദിയിൽ ബോട്ട് മറിഞ്ഞത് കഴിഞ്ഞ ബുധനാഴ്ച. നോക്കാം അന്താരാഷ്ട്ര വാർത്തകൾ. അമേരിക്കയിലെ ഡെൽറ്റ വ്യാപനം അതിരൂക്ഷമാകുമെന്ന മുന്നറിയിപ്പ്. കോവിഡ് വ്യാപനം വരും വർഷങ്ങളിൽ തുടരും. പ്രാദേശികമായി വ്യാപന സാധ്യതയെന്നും ആരോഗ്യ വിദഗ്ധർ. ചൈനയിലെ ഫ്യൂജിയാനിൽ കോവിഡ് കേസുകൾ ഉയരുന്നു. പുതുതായി 50 പേർക്ക് കൂടി കോവിഡ്. പരിശോധനാ നിരക്ക് വർദ്ധിപ്പിച്ച് അധികൃതർ. 3 മാസത്തെ കർശന കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം ഇളവുകളുമായി സിഡ്നി. പ്രദേശവാസികൾക്ക് നിരത്തിലിറങ്ങാൻ അനുമതി. തീരുമാനം കോവിഡ് വാക്സിനേഷൻ നിരക്ക് ഉയർന്നതിനാൽ. കോവിഡ് ആന്റിബോഡി കോക്ടെയിലിനായി ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി കരാറിലേർപ്പെട്ട അമേരിക്ക. റെജിനസോൺ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുമായി കരാറിലേർപ്പെട്ടത് 1.4 ബില്യൺ ഡോസ് ആന്റിബോഡി കോക്ടെയിലിനായി. റീജൻ കോവ് എന്ന കോക്ടെയിൽ ജനുവരിയോടെ രാജ്യത്ത് ലഭ്യമാകും. രാജ്യത്തെത്തിയ അഫ്ഗാൻ അഭയാർത്ഥികളെ സ്വാഗതം ചെയ്ത അമേരിക്ക. അഫ്ഗാൻ പൗരന്മാർക്കായി ഒരുക്കിയ സ്വാഗത സമ്മേളനത്തിൽ പങ്കെടുത്ത് മുൻ അമേരിക്കൻ പ്രസിഡന്റുമാർ ബറാക് ഒബാമ, ജോർജ് W. ബുഷ്, ബിൽ ക്ലിന്റൺ എന്നിവരും ഭാര്യമാരും പരിപാടിയിൽ പങ്കെടുത്തു. തങ്ങളുടെ മേഖലയിലുള്ള കടലിലേക്ക് ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചെന്ന് ദക്ഷിണ കൊറിയ. ആരോപണം ഉത്തര കൊറിയ അണവായുധ ശേഷിയുള്ള മിസൈൽ പരീക്ഷിച്ചതിനു പിന്നാലെ. ചൈനയിൽ Me-Too ആരോപണം ഉന്നയിച്ച യുവതിക്കെതിരെ ബെയ്ജിംഗ് കോടതി. സോഹുവിന്റെ പീഡന പരാതിയിൽ മതിയായ തെളിവുകളില്ലെന്ന് കോടതി. ടെലിവിഷൻ താരമായ സുഹു ജൂണിനെതിരെ സോഹു പരാതി നൽകിയത് 2018. ഹോങ്കോങ്ങിലെ 9 ജനാധിപത്യ പ്രക്ഷോഭകർക്ക് ജയിൽ ശിക്ഷ വിധിച്ച് കോടതി. 6 മുതൽ 10 മാസം വരെയാണ് ജയിൽ ശിക്ഷ. നടപടി ടിയാൻമെൻ അനുസ്മരണ ദിനത്തിലെ മെഴുകുതിരി റാലിയിൽ പങ്കെടുത്തെന്ന കുറ്റം ചുമത്തി. മെക്സിക്കോയിലെ ഹോട്ടലിൽ അതിക്രമിച്ചു കയറിയ ആയുധധാരി വിദേശ സംഘത്തെ ബന്ദിയാക്കി. ഹെയ്തി, വെനസ്വേല രാജ്യങ്ങളിൽ നിന്നുള്ള 20 പേരാണ് ബന്ദിയാക്കപ്പെട്ടതെന്ന് പോലീസ്. രക്ഷാപ്രവർത്തന ശ്രമങ്ങൾ ആരംഭിച്ചെന്ന് മെക്സിക്കൻ പോലീസ്. മെഗാ തിരുവാതിര സംഘടിപ്പിച്ച് വെസ്റ്റേൺ ഓസ്ട്രേലിയ മലയാളി അസോസിയേഷൻ. പെർത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് 300 സ്ത്രീകൾ. ചാമ്പ്യൻസ് ലീഗ് ഗ്രൂപ്പ് ഘട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് തോൽവിയോടെ തുടക്കം. സ്വിസ് ടീമായ യങ് ബോയ്സിനോട് പരാജയപ്പെട്ടത് 2-1. മാഞ്ചസ്റ്ററിനായി ആശ്വാസ ഗോൾ നേടിയത് ക്രിസ്ത്യാനോ റൊണാൾഡോ. ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്ക് ദയനീയ തോൽവി. ബയൺ മ്യൂണിച്ചിനോട് പരാജയപ്പെട്ടത് മറുപടിയില്ലാത്ത 3 ഗോളിന്. ലെവൻഡോസ്കിക്ക് ഇരട്ട ഗോൾ. മറ്റു മത്സരങ്ങളിൽ വില്ലാറയൽ അറ്റ്ലാന്റ മത്സരവും സെവിയ സാൽസ്ബർഗ് മത്സരവും സമനിലയിൽ. ചാമ്പ്യൻസ് ലീഗിൽ AC മിലാന്റെ ആദ്യ മത്സരം സ്ലാട്ടൻ ഇബ്രാഹിമോവിച്ചിന് നഷ്ടമാകും. കാലിനേറ്റ പരിക്ക് പൂർണ്ണമായി ഭേദമായില്ലെന്ന് ടീം മാനേജ്മെന്റ്. ഇറ്റാലിയൻ ലീഗിൽ അവസാന മത്സരത്തിൽ ഇബ്രാഹിമോവിച്ച് കളിച്ചിരുന്നുവെങ്കിലും മത്സരം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീലങ്കയ്ക്കെതിരായ 2020 പരമ്പര തൂത്തുവാരി ദക്ഷിണാഫ്രിക്ക. 3ാം 2020-യിൽ ദക്ഷിണാഫ്രിക്ക
ദക്ഷിണാഫ്രിക്കയുടെ ജയം 10 വിക്കറ്റിന്. കിൻജൻ ഡിക്കോ കളിയിലെയും പരമ്പരയിലെയും താരം. ഇന്ത്യ ഇംഗ്ലണ്ട് 5ാം ടെസ്റ്റ് ഉപേക്ഷിച്ചതിൽ വിശദീകരണവുമായി BCCIയും ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡും. IPL കാരണമല്ല 5ാം ടെസ്റ്റ് മുടങ്ങിയതെന്ന് BCCI അധ്യക്ഷൻ സൗരവ് ഗാംഗുലി. ഇന്ത്യൻ താരങ്ങളുടെ കോവിഡ് ആശങ്ക മൂലമാണ് മത്സരം ഉപേക്ഷിക്കേണ്ടി വന്നതെന്ന് ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ബോർഡ്. ശ്രീലങ്കൻ പേസർ ലസിത് മല്ലിംഗ വിരമിച്ചു. ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുന്നതായി മുൻ ശ്രീലങ്കൻ നായകന്റെ ട്വീറ്റ്. ടെസ്റ്റിൽ നിന്ന് 2011-ലും ഏകദിനത്തിൽ നിന്ന് 2019-ലും വിരമിച്ചിരുന്നു. ഫുട്ബോൾ ഇതിഹാസം പെലെ അപകടനില തരണം ചെയ്തതായി ഡോക്ടേഴ്സ്. ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. ട്യൂമർ നീക്കം ചെയ്യാനുള്ള ശസ്ത്രക്രിയയ്ക്ക് ശേഷം പെലെയെ ICUവിൽ നിന്ന് മാറ്റി. ജില്ലാ വാർത്ത. ശബരിമല കന്നിമാസ പൂജയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് പ്രത്യേക സർവീസുമായി KSRTC. തിരുവനന്തപുരം പമ്പ സർവീസ് സെപ്റ്റംബർ 16 മുതൽ 21 വരെ. സീറ്റുകൾ ഒരാഴ്ച മുൻപ് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയെന്ന് KSRTC. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാഗർകോവിൽ തക്കലയിലെ പത്മനാഭപുരം കൊട്ടാരം സന്ദർശകർക്കായി തുറന്നു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് 146 ദിവസമായി കൊട്ടാരം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഒരാഴ്ചക്കാലം നീണ്ടുനിന്ന SSF തിരുവനന്തപുരം ജില്ലാ സാഹിത്യോത്സവം സമാപിച്ചു. തിരുവനന്തപുരം ഡിവിഷൻ ജേതാക്കൾ സമാപന സംഗമം സൈനുദ്ദീൻ ബാലവി തങ്ങൾ പരപ്പനങ്ങാടി ഉദ്ഘാടനം ചെയ്തു. വിനോദസഞ്ചാര കേന്ദ്രമായ ശംഖുമുഖം ബീച്ചിന് സമീപത്തെ തീരദേശ റോഡ് കടലെടുത്തിട്ട് നവീകരണത്തിന് നടപടിയില്ല. പ്രദേശവാസികളും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് എത്തുന്ന യാത്രക്കാരും ദുരിതത്തിൽ. കൊല്ലം കരുനാഗപ്പള്ളി ഗവൺമെന്റ് ആശുപത്രിയിലെ അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീന്റെ പ്രവർത്തന ഉദ്ഘാടനം നടന്നു. ആലപ്പുഴ MP AM ആരിഫിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ചാണ് മെഷീൻ സ്ഥാപിച്ചത്. കൊല്ലം അഞ്ചൽ പെണ്ണൂർ റോഡിൽ കനാൽ ജംഗ്ഷനിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ സമീപത്തെ വീട്ടിലേക്ക് ഇടിച്ചു കയറി മറിയുകയായിരുന്നു. ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. LDF ഘടകകക്ഷിയിലെ വനിതാ നേതാവിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയിൽ CPIM കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി അംഗം ക്ലാപ്പന സുരേഷിനെ തരം താഴ്ത്തി. ഏരിയ കമ്മിറ്റിയിൽ നിന്നും ക്ലാപ്പന ലോക്കൽ കമ്മിറ്റിയിലേക്കാണ് തരം താഴ്ത്തിയത്. കൊല്ലം കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച അൾട്രാസൗണ്ട് സ്കാനിംഗ് മെഷീൻ ഉദ്ഘാടനം ചെയ്തു. AM ആരിഫ് MP ഉദ്ഘാടനം നിർവഹിച്ചു. തനതു മത്സ്യങ്ങളുടെ പരിപോഷണം പദ്ധതിയുടെ ഇലന്തൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ച് അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ MLA പമ്പാ നദിയിൽ 5000 മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. പത്തനംതിട്ട പന്തളം KSRTC ബസ് സ്റ്റേഷൻ നിർത്തലാക്കുന്നതിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം പാലാ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധവുമായി സംയുക്ത ട്രേഡ് യൂണിയൻ. മുനിസിപ്പൽ കണ്ടിജന്റ് ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കൊലുമ്പൻ തിയേറ്ററിന്റെയും സ്റ്റാഫ് ക്വാർട്ടേഴ്സിന്റെയും ശിലാസ്ഥാപനം നിർവഹിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ. നിർമ്മാണം 1.5 കോടി രൂപ ചെലവിൽ. ഇടുക്കി തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSS അക്കാദമിക് ബ്ലോക്ക് പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മൂന്നാർ മറയൂർ റോഡിലെ സംരക്ഷണ ഭിത്തികൾ അപകട ഭീഷണിയിൽ. പല ഭാഗങ്ങളിലെയും സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു വീഴാറായ നിലയിൽ. തകർന്ന റോഡ് ആധുനിക രീതിയിൽ ടാറിംഗ് നടത്തിയിരുന്നു. എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. ഇടതുപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. മുസ്ലിം ലീഗ് അംഗം UDFനെതിരെ വോട്ട് ചെയ്തു. അങ്കമാലി കറുകുറ്റിയിൽ ഫർണിച്ചർ കടയിൽ തീപിടുത്തം. അപകടം പുലർച്ചയോടെ 4 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് പ്രാഥമിക വിവരം. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മോക്ക് ഡ്രിൽ നടത്തി. വിമാനത്താവളത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തിയതായി എയർപോർട്ട് ഡയറക്ടർ AC K നായർ. മോക്ക് ഡ്രിൽ നടത്തുന്നത് 2 വർഷത്തിൽ ഒരിക്കൽ. കോതമംഗലം കോട്ടപ്പടിയിലെ ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം മാത്രം നശിപ്പിച്ചത് നിരവധി കൃഷിയിടങ്ങൾ. ലവ് ജിഹാദ് പരാമർശം നടത്തിയ UDF തൃശൂർ ജില്ലാ കൺവീനർ KR ഗിരിജനെ പുറത്താക്കണമെന്ന് മുസ്ലിം ലീഗ്. RSS നടത്തുന്ന സംഘടിത ശ്രമങ്ങൾക്ക് പിന്തുണ നൽകിയെന്ന് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ്. തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് മുഖ്യമന്ത്രി. നിർമ്മാണം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ച്. പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലത്ത് വയോധികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. 65-കാരിയായ ഖദീജയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത് അയൽവാസിയായ അബ്ദുൾ സലാം. പാലക്കാട് ഷോളയൂർ കുടുംബാരോഗ്യ കേന്ദ്രവും അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രവും സംയുക്തമായി വിവിധ ഊരുകളിൽ ദന്തരോഗ പരിശോധനാ ക്യാമ്പും ജീവിതശൈലി രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസറിന്റെ പ്രത്യേക നിർദ്ദേശാനുസരണമാണ് ക്യാമ്പ് നടത്തിയത്. പാലക്കാട് കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങ് സംഘടിപ്പിച്ചത് ഓൺലൈനായി.
പാലക്കാട് ജില്ലയിൽ കോവിഡ് വാക്സിൻ വിതരണം 100% പൂർത്തീകരിച്ച നാഗലശ്ശേരി പഞ്ചായത്തിനെ തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ആദരിച്ചു. നാഗലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലചന്ദ്രന് തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ അഡ്വക്കേറ്റ് VP റജീന ഉപഹാരം കൈമാറി. പാലക്കാട് ചാലിശ്ശേരി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനായി നിയമസഭാ സ്പീക്കർ MP രാജേഷിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ 10 ലക്ഷം രൂപ ഹെൽത്ത് സെന്റർ നവീകരണത്തിനായി അനുവദിച്ചിട്ടുണ്ട്. നിലമ്പൂർ റൂട്ടിൽ പകൽ ട്രെയിൻ സർവീസ് തുടങ്ങണമെന്ന ആവശ്യം സംസ്ഥാന റെയിൽവേ മന്ത്രി V അബ്ദുറഹ്മാൻ നിവേദനം നൽകി. ട്രെയിൻ ടൈം പ്രതിനിധികൾ. പെരിന്തൽമണ്ണയിൽ അശാസ്ത്രീയ ഗതാഗത പരിഷ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ മാർച്ച്. പെരിന്തൽമണ്ണ നഗരസഭാ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തി മുസ്ലിം യൂത്ത് ലീഗ്. തപസ്യ പ്രഥമ അക്കിത്ത പുരസ്കാരം MT വാസ്തവൻ നായർക്ക് 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും ഉൾപ്പെട്ടതാണ് പുരസ്കാരം. കോഴിക്കോട് ജില്ലയിൽ 1739 കുടുംബങ്ങൾക്ക് സ്വന്തം പേരിൽ ഭൂമി. ജില്ലാതല പട്ടയ വിതരണം മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. ഇരിട്ടി വിരാജ്പേട്ട അന്തർ സംസ്ഥാന പാതയിൽ വാഹന പരിശോധനയ്ക്കും കോവിഡ് പരിശോധനയ്ക്കുമായി ഏർപ്പെടുത്തിയ സ്ഥിരം സംവിധാനം അടുത്തയാഴ്ച മുതൽ പ്രവർത്തനം തുടങ്ങും. മാക്കൂട്ടം വനവകുപ്പ് ചെക്ക് പോസ്റ്റ് സമീപം കണ്ടെയ്നർ സംവിധാനത്തിലുള്ള ഓഫീസാണ് പ്രവർത്തിക്കുക. കാത്തലിക് സിറിയൻ ബാങ്കിൽ 11 ഉപേക്ഷി കരാർ പ്രകാരമുള്ള സേവന വേതന കരാർ ഉടൻ നടപ്പാക്കുക. ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജീവനക്കാരുടെ വിവിധ സംഘടനകൾ ധർണ നടത്തി. നിയമാനുസൃത രേഖകളില്ലാതെ ഹാൾമാർക്കിംഗ് കേന്ദ്രത്തിൽ നിന്ന് ജ്വല്ലറിയിലേക്ക് കടത്താൻ ശ്രമിച്ച 3 കിലോഗ്രാം സ്വർണ്ണാഭരണം GST വകുപ്പ് പിടികൂടി. തലശ്ശേരിയിലെ ജ്വല്ലറിയിലേക്ക് വിൽപ്പനയ്ക്ക് കൊണ്ടുപോവുകയായിരുന്ന 1.40 കോടി രൂപ വിലമതിക്കുന്ന ആഭരണങ്ങളാണ് പിടികൂടിയത്. തലശ്ശേരി താലൂക്ക് തല പട്ടയമേള KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പട്ടയമേള സംഘടിപ്പിച്ചത് സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി. കാസർഗോഡ് ബേക്കലിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച ഹോട്ടൽ അടപ്പിക്കാനുള്ള ശ്രമത്തിനിടെ സംഘർഷം. ബേക്കൽ SI സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് പരിക്കേറ്റു. ഒരാൾ പിടിയിൽ. നോക്കാം എന്റർടൈൻമെന്റ് ന്യൂസ്. ഭഗത് മാനുവൽ, ലെവിൻ സൈമൺ ജോസഫ്, നോബി മാർക്കോസ് എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന കെങ്കേമം എന്ന സിനിമയുടെ പൂജ കഴിഞ്ഞു. ഷാങ്മോൻ B പരിൽ ആണ് സംവിധാനം. സിനിമാ താരങ്ങളുടെ ഫാൻസുകളുടെ കഥ പറയുന്ന ചിത്രമാണ് കെങ്കേമം. ഷോലെ ദ സ്ക്രാപ്പ് ഷോപ്പിന്റെ ടീസർ പുറത്ത്. പുതുമുഖം അയാൻ ആദിയാണ് നായകൻ. നവാഗത സംവിധായകനായ സിജു ഖമറാണ് സംവിധാനം. ഷൈൻ ടോം ചാക്കോ നായകനാകുന്ന പുതിയ ചിത്രം അടിയുടെ പുതിയ പോസ്റ്റർ പുറത്തിറങ്ങി. ദുൽഖർ സൽമാൻ നിർമ്മിക്കുന്ന 4ാമത് ചിത്രമാണ് അടി. പ്രശോഭ് വിജയനാണ് സംവിധാനം. രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന യുവാവ് നവജാത ശിശുവിനെയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ചിത്രം അഫ്ഗാനിസ്ഥാനിലേതെന്ന് വ്യാജ പ്രചാരണം. യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ബെയ്റൂട്ടിലുണ്ടായ അപകടത്തിലേതാണ് ഈ ചിത്രം. സ്ഫോടനം നടക്കുന്നതിന് 15 മിനിറ്റ് മുൻപ് ജനിച്ച കുഞ്ഞാണ് യുവാവിന്റെ കയ്യിലുള്ളത്. സ്ഫോടനത്തിൽ കുഞ്ഞിന്റെ അമ്മയ്ക്കും അച്ഛനും പരിക്കേറ്റെങ്കിലും കുട്ടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ കിട്ടിയത് ജമ്മു കശ്മീർ മുൻ നിയമസഭാംഗമായിരുന്ന ത്രിലോചൻ സിംഗ് ബസീറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരാൾ അറസ്റ്റിൽ. 67-കാരനായ ബൽബീർ എന്ന ബില്ലയാണ് അറസ്റ്റിലായത്. ഈ മാസം 3-നായിരുന്നു ബസീർ വെടിയേറ്റ് മരിച്ചത്. തൃശൂർ UDF പാലാ ബിഷപ്പിനെ പിന്തുണയ്ക്കുന്ന വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയ സംഭവത്തിൽ ജില്ലാ കൺവീനർ KA ഗിരിജനെതിരെ നടപടിയുണ്ടായേക്കും. UDF യോഗം അല്പസമയത്തിനകം തൃശൂരിൽ തുടങ്ങും. KPCC സെക്രട്ടറി G രതികുമാർ കോൺഗ്രസ് വിട്ടു. KPCC പ്രസിഡന്റിന് രാജിക്കത്ത് നൽകി. നേതൃത്വത്തിന്റെ ഏകപക്ഷീയ നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജി. ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്ത ഭീകരൻ ജാൻ മുഹമ്മദിന് ദാവൂദ് ഇബ്രാഹിമിന്റെ D കമ്പനിയുമായി ബന്ധമെന്ന് മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ്. അന്വേഷണ സംഘം ഡൽഹിയിലേക്ക് തിരിച്ചതായി ഭീകരവിരുദ്ധ സ്ക്വാഡ് ചീഫ് വിനീത് അഗർവാൾ. KPCC DCC പുനഃസംഘടനയ്ക്ക് പിന്നാലെ രാഷ്ട്രീയകാര്യ സമിതിയിലും അഴിച്ചുപണി. ധാരണയായത് മുതിർന്ന നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ 5 വർഷം ഭാരവാഹികൾ ആയവരെയും ജനപ്രതിനിധികളെയും പുനഃസംഘടനയിൽ ഒഴിവാക്കും. ന്യൂസ് പൂർത്തിയാകുന്നു. ഇപ്പോൾ PP ഷൈജൽ മാധ്യമങ്ങളെ കാണുന്നു. ഹരിതയെ പിന്തുണച്ചതിന് MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഷൈജലിനെ നീക്കിയിരുന്നു. ഇതിനു മുമ്പ് വിഷയങ്ങളിലും ഫാത്തിമ തഹലിയുടെ ആണെങ്കിലും ഹരിതക്കാരാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് ലെറ്റർ പേഡിൽ സൈൻ ചെയ്ത് പുറത്തിറങ്ങിയ ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊന്നും കണ്ടിട്ടില്ല.
അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു വലിയ അവ്യക്തതയുണ്ട്. ഇപ്പോൾ തന്നെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ എല്ലാ ഭാരവാഹികളും ഇതുമായി ബന്ധപ്പെട്ടിരുന്നു. ഭാരവാഹികൾ ആരും തന്നെ ഇങ്ങനെ നടപടി അറിയില്ല. PM സലാം സാഹിബിനെ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് സംസ്ഥാന ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ജില്ലാ ലീഗിൻ്റെ ഭാരവാഹികൾ ബന്ധപ്പെട്ടപ്പോൾ അവർക്ക് ആർക്കും അങ്ങനെ സംഭവം അറിയില്ല. പിന്നെ ഞാൻ MSFന്റെ ചാർജ് വഹിക്കുന്ന ജില്ലാ ലീഗ് സെക്രട്ടറി അടക്കമുള്ള ആളുടെ ബന്ധപ്പെട്ടിരുന്നു. അത്തരത്തിലൊരു കത്തോ മറ്റോ കൊടുത്തതായിട്ട് ഇല്ല എന്നാണ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാനതുമായി ബന്ധപ്പെട്ട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഈ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ആളുകൾ, ജില്ലാ ലീഗിൻ്റെ ഭാരവാഹികൾ അടക്കം ആളുകളൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പം അവർ അങ്ങനെ ഒരു കാര്യം ഭാരവാഹികൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഒരു നടപടിക്രമം എടുക്കുമ്പോൾ നമ്മുടെ ജില്ലാ മുസ്ലിം ലീഗിൻ്റെ കമ്മിറ്റി യോഗം ചേരും. ആ കമ്മിറ്റി യോഗം ചേർന്ന് കൃത്യമായിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തി ആ കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം അയക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ ഇത്രയും കാലത്തെ സംഘടന ചരിത്രത്തിൽ നിന്ന് സംഘടന ഉള്ളതുകൊണ്ട് തന്നെ രീതി ഇത്രയും കാലത്ത് അങ്ങനെയാണ് ഞാൻ ഇതുവരെ കണ്ടുവന്ന രീതികൾ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉള്ളതായിട്ടില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിലൊരു അവ്യക്തതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ശ്രമങ്ങൾ നടക്കുന്നതായിട്ട് ഇന്നലെയൊക്കെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും, മാധ്യമങ്ങളൊക്കെ വന്നിരുന്നു. ഇത്തരത്തിൽ ഇങ്ങനെ നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റിനെ നീക്കുന്നതിനുള്ള ഒരു നീക്കങ്ങൾ അസ്വാഭാവികമായ കാര്യങ്ങളാണ്. MSF തന്നെ ഒരു രണ്ട് തട്ടിലാവുകയാണ്. അല്ല, ഞാൻ ഈ കാര്യത്തിൽ ബാക്കി കൂടുതൽ ഒന്നും ഇപ്പം പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഔദ്യോഗികമായ യാതൊരു തരത്തിലുള്ള രേഖകളും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടില്ല. വാട്സപ്പിലൂടെ പ്രചരിക്കുന്ന സ്ക്രീൻഷോട്ടുകളായിട്ടുള്ള ചാനലുകൾ വന്ന സ്ക്രീൻഷോട്ടിൽ മാത്രമാണ് പ്രചരിക്കുന്നത്. പിന്നെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. മീഡിയ വൺ ന്യൂസ് 24 വന്ന ചാനലിനെ ക്രോസ് ചെയ്ത് വെട്ടിയിട്ട് അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന രൂപത്തിൽ ഉള്ള ഒരു പോസ്റ്റും കണ്ടു. അപ്പം ഏതാണ് ശരി എന്നുള്ളത് മനസ്സിലാവുന്നില്ല. സ്വാഭാവികമായിട്ടും ഞാൻ ബന്ധപ്പെട്ട ജില്ലാ ലീഗിന്റെ ഒരു ഭാരവാഹികൾ ഇത്തരത്തിലൊരു കാര്യം നൽകിയതായിട്ട് പറയുന്നില്ല. ജില്ലാ ലീഗിന്റെ ഭാരവാഹികൾ താങ്കളോട് പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നോട് പരാതി കൊടുക്കാമെന്ന് ആരും ആവശ്യപ്പെട്ടില്ല. ഞാൻ അവരൊക്കെ അങ്ങോട്ട് ബന്ധപ്പെടുകയായിരുന്നു. അതിൽ 1-2 ആളുകളെ ഞാൻ ബന്ധപ്പെട്ടു. അവർ മറ്റുള്ള ഭാരവാഹികളൊക്കെ അവർ തന്നെ ആലോചിച്ചു. ഒരാളും തന്നെ ഇത് അറിയില്ല എന്നുള്ളതാണ് അവരിൽ നിന്ന് കിട്ടുന്ന റിപ്ലൈ. അറിയില്ല എന്നുള്ളതാണ്. അപ്പം എന്താണ് നടക്കുന്നത് എന്ന് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. നടപടി എന്ന് പറയുമ്പോൾ ഇതിൽ ജില്ലാ ലീഗിന്റെ ഭാരവാഹി ഇപ്പം എനിക്ക് സ്വാഭാവികമായിട്ട് ഞാൻ ആദ്യം ചോദിക്കേണ്ടത് MSFന്റെ ജില്ലയിലെ ചാർജ് വഹിക്കുന്ന ജില്ലാ ലീഗ് സെക്രട്ടറിയോടാണ്. മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറിമാരിൽ 4 ജില്ലാ സെക്രട്ടറിമാരാണ് ലീഗിനുള്ളത്. പിന്നെ ജനറൽ സെക്രട്ടറി അല്ലാതെ 4 സെക്രട്ടറിമാരുണ്ട്. ആ സെക്രട്ടറിമാരിൽ MSFന്റെ ചാർജ് വഹിക്കുന്ന സെക്രട്ടറി ഉണ്ട്. അദ്ദേഹത്തോടാണ് ഞാൻ ആദ്യം ചോദിക്കേണ്ടത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഒരു കാര്യം അറിയുക പോലുമില്ല. ജില്ലാ ലീഗിൻ്റെ അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നിട്ടില്ല, അങ്ങനെ ഒരു മിനിറ്റ്സ് ഇല്ല, അങ്ങനെ ഒരു യോഗം ഉണ്ടായിട്ടില്ല. പിന്നെ എവിടെ നിന്ന് എന്നുള്ളതാണ് പിന്നെ അറിയേണ്ടത്. അല്ല, MSFന്റെ ആളുകൾക്കൊക്കെ ഈ കഴിഞ്ഞ ഇത്രയും കാല സംഘടനാ പ്രവർത്തനത്തിൽ സംസ്ഥാനത്താണെങ്കിലും പിന്നെ ജില്ലയിലാണെങ്കിലും ഒക്കെ MSFന്റെ മുഖമായി ഒന്ന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് MSF തനിക്കെതിരായ പാർട്ടി നടപടിയെക്കുറിച്ച് ഔദ്യോഗിക രേഖകളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് PP ശൈലജ്, MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ്. നേരത്തെ വൈസ് പ്രസിഡന്റായിരുന്നു അദ്ദേഹത്തെ നീക്കിയെന്നാണ് വിവരം.